നമസ്കാരം. എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. എവിടെ വരുന്നുണ്ട് ഓൺലൈനിൽ നമ്മൾ സാധനം ഉണ്ട്. അത് പഞ്ചായത്തിനായാലും ബ്രാഞ്ചൊക്കെയായാലും സർക്കാരിലാണെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം സംഗതി എത്തിയിരുന്നു. ഇപ്പം വിക്ടോറിയയിലെ എല്ലാ കടയിലും ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും മേടിക്കണം. രാജ്യത്തെ നടുക്കെ വീണ്ടും വെടിവെപ്പ്. 3 പേർ കൊല്ലപ്പെട്ടു. ന്യൂ സൌത്ത് വെയിൽസിലുള്ള ലേക്ക് ആർജില്ലി ഗോയിൽ നടന്ന ദാരുണമായ വെടിവെപ്പിൽ 2 സ്ത്രീകളും ഒരു പുരുഷനും കൊല്ലപ്പെട്ടു. ഒരു ഫാമിലാണ് അപകടം നടന്നത്. ന്യൂ സൌത്ത് വെയിൽസ് പോലീസ് സ്ഥലത്തെത്തുമ്പോൾ 3 പേരെയും വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. സംഭവ സ്ഥലത്ത് പോലീസ് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫോറൻസിക് വിദഗ്ധരും കുറ്റാന്വേഷണ വിഭാഗവും പരിശോധന നടത്തിവരികയാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്നും നിലവിൽ പൊതുജനങ്ങൾക്ക് മറ്റു ഭീഷണികളൊന്നുമില്ലെന്നും പോലീസ് അറിയിച്ചു. കൊലപാതകത്തിന്റെ കാരണം വ്യക്തമല്ല. സംഭവത്തിൽ മറ്റാർക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ബോണ്ടായി ബീച്ച് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ സ്മരണയ്ക്കായി രാജ്യത്ത് ദേശീയ ദുഃഖാചരണം ആചരിച്ചു. ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട 15 പേരുടെ സ്മരണയ്ക്കായി രാജ്യം മുഴുവൻ ഇന്നലെ ഒരു നിമിഷം മൌനം ആചരിച്ചു. ലൈറ്റ് വിൽ വിൻ എന്ന പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ച ചടങ്ങുകളുടെ ഭാഗമായി കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വൈകുന്നേരം 6:47 വീടുകളിൽ മെഴുകുതിരികൾ തെളിയിച്ച് നിരവധി പേർ ദുഃഖാചരണത്തിന്റെ ഭാഗമായി. പ്രധാനമന്ത്രി ആന്റണി അൽബനീസി പ്രഖ്യാപിച്ചതനുസരിച്ച് ഇന്നലെ രാജ്യത്തെ എല്ലാ സർക്കാർ കെട്ടിടങ്ങളിലും പതാകകൾ പകുതി താഴ്ത്തിക്കെട്ടിയിരുന്നു. കൂടാതെ പ്രധാന കെട്ടിടങ്ങളിൽ സ്മരണയുടെ ഭാഗമായി ദീപങ്ങൾ തെളിയിക്കുകയും ചെയ്തു. ഡിസംബർ 14 ഹനുക്ക ആഘോഷങ്ങൾക്കിടെയാണ് ബോണ്ടായി ബീച്ചിൽ സായുധരായ 2 പേർ വെടിയുതിർത്തത്. 10 വയസ്സുകാരിയും ജൂത പുരോഹിതരും ഉൾപ്പെടെ 15 പേർ ഈ ദാരുണമായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ബോണ്ടായി ബീച്ചിലുണ്ടായ ദാരുണമായ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ സ്മരണാർത്ഥം സംഘടിപ്പിച്ച ദേശീയ ദുഃഖാചരണ ചടങ്ങിൽ പ്രധാനമന്ത്രി ആന്റണി അൽബനീസി ജൂത സമൂഹത്തോട് നേരിട്ട് മാപ്പ് പറഞ്ഞു. സുരക്ഷിത താവളമെന്ന ഓസ്ട്രേലിയയുടെ വാഗ്ദാനം ആ കറുത്ത ദിനത്തിൽ ലംഘിക്കപ്പെട്ടുവെന്ന് അദ്ദേഹം സിഡ്നി ഓപ്പറ ഹൌസിൽ നടന്ന ചടങ്ങിൽ പ്രതികരിച്ചു. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഈ തിന്മയിൽ നിന്ന് സംരക്ഷിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതിൽ ഞാൻ അഗാധമായി ഖേദിക്കുന്നു എന്നും പ്രധാനമന്ത്രി അറിയിച്ചു. കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളും ബോണ്ടായിയിലെ ഹീറോ എന്നറിയപ്പെട്ട അഹമ്മദ് അൽ അഹമ്മദും ചേർന്ന് ഓപ്പറ ഹൌസിൽ മെഴുകുതിരികൾ തെളിയിച്ചു. ബോണ്ടായി പവലിൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ ഇരകളുടെ സ്മരണയ്ക്കായി ദീപങ്ങൾ തെളിയിച്ചിരുന്നു. വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ ഗ്രേറ്റ് സദേൺ സൌത്ത് വെസ്റ്റ് മേഖലകളിൽ കാട്ടുതീ അനിയന്ത്രിതമായി പടരുന്നതിനെ തുടർന്ന് അധികൃതർ എമർജൻസി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. കടുത്ത ഉഷ്ണതരംഗവും കാറ്റും സ്ഥിതിഗതികൾ സങ്കീർണമാക്കിയിരിക്കുകയാണ്. ഗ്രേറ്റ് സദേൺ മേഖലയിലെ കോളി പ്രമർബേ എന്നിവിടങ്ങളിൽ വസിക്കുന്നവരോട് ജീവൻ രക്ഷിക്കാനായി ഉടനടി ഒഴിഞ്ഞുപോകണമെന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫയർ ആൻഡ് എമർജൻസി സർവീസസ് നിർദ്ദേശിച്ചു. ഫിറ്റ്സ് ഗെറാൾഡ് റിവർ നാഷണൽ പാർക്ക്, ലേക്ക് ഗ്രേസ് എന്നിവിടങ്ങളിൽ ഇതിനോടകം ആയിരക്കണക്കിന് ഹെക്ടർ വനഭൂമിയും കൃഷിയിടങ്ങളും കത്തിനശിച്ചു. ചിലയിടങ്ങളിൽ വീടുകൾക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ താപനില 45 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഉയർന്നത് അഗ്നിശമന സേനയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ട്. നോർത്ത് പെർത്ത് മുതൽ ആൽബാനി, എസ്പെറൻസ് വരെയുള്ള ഭാഗങ്ങളിൽ എക്സ്ട്രീം ഫയർ ഡേഞ്ചർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ക്വീൻസ്ലാൻഡിൽ തോക്കുധാരിയായ ഒരാളെ കണ്ടെത്തിയെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് പോലീസ് പ്രദേശം വളയുകയും ഗതാഗതം തടയുകയും ചെയ്തു. സൺഷൈൻ കോസ്റ്റിന് സമീപമുള്ള കൂമ്പാവ മേഖലയിലാണ് നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറിയത്. ആയുധധാരിയായ ഒരു വ്യക്തി പ്രദേശത്ത് കറങ്ങി നടക്കുന്നുവെന്ന വിവരത്തെ തുടർന്ന് പോലീസ് പബ്ലിക് സേഫ്റ്റി പ്രിസർവേഷൻ ആക്ട് പ്രഖ്യാപിച്ചിരുന്നു. ഇതേ തുടർന്ന് പ്രധാന റോഡുകളെല്ലാം അടച്ചിട്ടിരിക്കുകയായിരുന്നു. വൻ പോലീസ് സന്നാഹമാണ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്തത്. സ്പെഷ്യലിസ്റ്റ് വിഭാഗവും തെരച്ചിലിന് നേതൃത്വം നൽകുന്നുണ്ട്. സുരക്ഷ മുൻനിർത്തി പ്രദേശവാസികളോട് വീടിനുള്ളിൽ തന്നെ കഴിയുവാൻ പോലീസ് കർശന നിർദ്ദേശം നൽകിയിരുന്നു.
മെൽബണിൽ സെന്റ് കിൽഡ ഈസ്റ്റിൽ കഴിഞ്ഞ ദിവസം രാത്രി നടന്ന അക്രമാസക്തമായ സംഭവത്തിൽ 16 വയസ്സുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാർ മോഷണ ശ്രമത്തോടൊപ്പം ഗൌരവകരമായ ജൂതവിരുദ്ധ പരാമർശങ്ങൾ നടത്തിയതായും ഇയാൾക്കെതിരെ കുറ്റാരോപണമുണ്ട്. ബുധനാഴ്ച വൈകുന്നേരമാണ് സംഭവം നടന്നത്. സെന്റ് കിൽഡ ഈസ്റ്റിലെ ഒരു തെരുവിൽ പാർക്ക് ചെയ്തിരുന്ന കാറിനുള്ളിൽ ഇരുന്ന ദമ്പതികളെയാണ് യുവാവ് ലക്ഷ്യം വെച്ചത്. കാറിന്റെ വാതിൽ ബലമായി തുറക്കാൻ ശ്രമിച്ച പ്രതി ദമ്പതികൾക്ക് നേരെ മോശമായ രീതിയിൽ ജൂതവിരുദ്ധ അധിക്ഷേപങ്ങൾ ചൊല്ലുകയായിരുന്നുവെന്ന് പോലീസ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഭയന്നുപോയ ദമ്പതികൾ ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് സ്ഥലത്തെത്തിയ വിക്ടോറിയ പോലീസ് പെട്ടെന്ന് തന്നെ പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിൽ ടോപ്പ് സീഡ് താരങ്ങളുടെ വിജയക്കുതിപ്പുകൾ തുടരുന്നു. പുരുഷ സിംഗിൾസ് മത്സരത്തിൽ ജർമ്മനിയുടെ യാനിക് ഹാൻഫ്മാനെ തോൽപ്പിച്ച ടോപ്പ് സീഡ് സ്പാനിഷ് താരം കാർലോസ് അൽക്കാരിസ് മൂന്നാം റൌണ്ടിൽ കടന്നു. സ്കോർ 7-6, 6-3, 6-2. യുഎസിന്റെ ഫ്രാൻസിസ് ടിഫോ, ജർമ്മൻ താരം അലക്സാണ്ടർ സൊറേവ്, ബ്രിട്ടന്റെ കാമറൂൺ നോറി, പോർച്ചുഗൽ താരം ന്യൂനോ ബോർഹസ്, റഷ്യയുടെ ഡാനിയൽ മെദ്വദേവ് എന്നിവരാണ് പുരുഷ സിംഗിൾസിൽ മൂന്നാം റൌണ്ടിൽ കടന്ന മറ്റു പ്രധാന താരങ്ങൾ. Born of the same earth, yet never the same. Every gemstone shines differently, holds time differently, just like us. Some carry a fire within, some calm like the ocean at dawn, some whisper with grace, and some speak louder than thunder. But none of us are alike. Faceted, rare, timeless. The gem I choose mirrors my spirit, because every gem is unique, just like me. Viana, signature gemstone jewelry by Malabar Gold and Diamonds. സാബു ജേക്കബിന്റെ 2020 NDAയിൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറുമൊത്തുള്ള വാർത്താ സമ്മേളനത്തിലാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് 2020 അധ്യക്ഷൻ സാബു ജേക്കബ് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തുടർന്ന് ഇരുവരും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും കണ്ടു. തുടർന്നായിരുന്നു വാർത്താ സമ്മേളനം. ബസിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്ന് ആരോപിച്ച് സമൂഹമാധ്യമത്തിലൂടെ ദൃശ്യം പ്രചരിപ്പിച്ചതിന് പിന്നാലെ കോഴിക്കോട് സ്വദേശി ജീവനൊടുക്കിയതിൽ പ്രതിയായ ഷിംജിദ മുസ്തഫയുടെ പേരിൽ പയ്യന്നൂർ പോലീസിൽ പരാതി. ഷിംജിദിന്റെ സഹോദരനാണ് പരാതി നൽകിയത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പയ്യന്നൂർ സ്റ്റാൻഡിലേക്കുള്ള ബസ് യാത്രയിൽ ഒരാൾ ലൈംഗിക ഉദ്ദേശത്തോടെ ശരീരത്തിൽ സ്പർശിച്ചുവെന്നാണ് പരാതി. പരാതിയിൽ ആരുടെയും പേര് വ്യക്തമാക്കിയിട്ടില്ല. ഇമെയിൽ വഴി ഇന്നാണ് പോലീസിന് പരാതി നൽകിയത്. ജമ്മുകാശ്മീരിലെ ദോഡ ജില്ലയിൽ സൈനിക വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 10 സൈനികർക്ക് വീരമൃത്യു, 7 പേർക്ക് പരിക്കേറ്റു. ബാദേർവ ചമ്പ റോഡിൽ 200 അടിയുള്ള കൊക്കയിലേക്കാണ് വാഹനം മറിഞ്ഞത്. 17 സൈനികരുമായി സഞ്ചരിച്ചിരുന്ന ബുള്ളറ്റ് പ്രൂഫ് ആർമി വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. വാഹനം റോഡിൽ നിന്ന് തെന്നി കൊക്കയിലേക്ക് മറിഞ്ഞതാണ് അപകടത്തിന് കാരണമെന്ന് അധികൃതർ അറിയിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.